അല്ലെന്നെ വിളിച്ചിരുന്നോ ഇല്ലല്ലോ? ഓക്കെ. When Ginny fell down, എന്താണ് സടക് पर दो बच्चे भाग रहे थे. റോഡിലൂടെ രണ്ട് കുട്ടികൾ ഓടുകയായിരുന്നു. भाग रहे थे, भागना ഓടുന്നു, ഓടുക. ഓക്കെ. സടക് पर दो बच्चे भाग रहे थे, രണ്ട് കുട്ടികൾ റോഡിൽ കൂടെ ഓടുകയായിരുന്നു. लड़का आगे था और लड़की पीछे. लड़का आगे था, लड़का ബോയ്, ബോയ് മുന്നിലായിരുന്നു. പുറകിൽ ആരാ ഉണ്ടായിരുന്നെ? ലടുക്കി. ലടുക്കി പീച്ചെ. പീച്ചെ മീൻസ് ബാക്ക്. ആദ്യം ലടുക്കയായിരുന്നു മുന്നിലൂടെ. ആദ്യം ആരാ ഓടിക്കൊണ്ടിരിക്കുന്നത്? മുന്നിൽ ആരാ ഉള്ളത്? ലടുക്ക. എന്റെ ബാക്കിൽ ആരാ ഉള്ളത്? ലടുക്കി. दोनों पैरों पर skates पहने दौड़ रहे थे. What is skates? Skates. Skating. Yes. Skating. Skating. Yes. അതന്നെ. ചക്രമുള്ള ചെരുപ്പ്, ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചക്രമുള്ള ചെരുപ്പുള്ളതാണ് സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. രണ്ടുപേരും സ്കേറ്റിംഗ് ധരിച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. പെഹന മീൻസ് ധരിക്കുക, വെയർ. ഓക്കെ. ധരിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നത്. ലഡ്ക കാഫി ആകെ നിക്കൽ ഗയ. എന്താണ്? ലഡ്ക പെട്ടെന്ന് ഓടി മുന്നിലേക്ക് പോയി. ലഡ്കിനെ ओके. लड़की ने खापते हुए उसे पुकारा. खापना मीन्स व्हाट इज खापना? लड़की ने खापते हुए मीन्स എന്താ പറയാ, ഇങ്ങനെ മടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഏങ്ങലടിക്കില്ലേ, അതാണ്. ഓക്കെ. ഖാഫ്ന. ഓക്കെ. ഖാഫ്തെ ഹുവെ ഉസെ പുക്കാര, അവനെ വിളിച്ചു. ഖാഫ്കളെ ഏങ്ങലടിച്ചുകൊണ്ട്, അതായത് മടുത്തിട്ടായിരിക്കാം, ഏങ്ങലടിച്ചുകൊണ്ട് ആരെ വിളിച്ചു? ലടുക്കേനെ വിളിച്ചു. എന്താ വിളിച്ചേ? ठहरो मनीष, निल्क मनीष, निल्क, मैं थक गई हूँ, मैं थक गई हूँ. थकना मीन्स टायर्ड. ഞാൻ മടുത്തു. എന്താ? ഞാൻ മടുത്തു. എന്താ? റോഡിലൂടെ രണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലടുക്ക और ലടുക്കി. ലടുക്ക മുന്നിലായിരുന്നു, ലടുക്കി പിന്നിലായിരുന്നു. എന്നിട്ട് രണ്ടുപേരുടെയും കാലിൽ എന്തുണ്ടായിരുന്നു? സ്കേറ്റ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ലടുക്ക മുന്നിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ലടുക്ക മുന്നിൽ കൂടെ പുറകിലുണ്ടായിരുന്ന ലടുക്കി ലടുക്കേനെ ലടുക്കോട് കാപ്ത മീൻസ് അണച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ്? നിൽക്ക്, നിൽക്ക് മനീഷ്, നിൽക്ക്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ബോയ്? മനീഷ്. ओके. ओ तुम तो जरा सी देर भी नहीं देर में ही थक जाती हो. तुम तो जरा सी देर में ही थक जाती हो. अभी तो हमें उस खंबे तक दौड़ना है. എന്താ പറഞ്ഞേ? ഓ നീ പെട്ടെന്ന് തന്നെ മടുത്തു പോവാണ്. എന്താണ്? മനീഷ് ആരോട് പറഞ്ഞ? ഗിന്നി. മനീഷ് ഈ കുട്ടിയുടെ പേര്, പെൺകുട്ടിയുടെ പേര് എന്താണ്? ഗിന്നി. അപ്പൊ മനീഷ് ഗിന്നിയോട് പറയാണ്. എന്താ പറയുന്നേ? നീ വേഗം തന്നെ മടുത്തു പോകുന്നു. ഹക്ന ടയർഡ്. നീ വേഗം തന്നെ ടയർഡ് ആയി പോവുകയാണ്. നമുക്കിനി ഇതാ അവിടെ ഖമ്പ മീൻസ് പോസ്റ്റ്. പോസ്റ്റോ അല്ലെങ്കിൽ തൂണോ, പോസ്റ്റ്, തൂൺ എന്നൊക്കെ പറയുന്ന പോലെ ആ തൂണിന്റെ അവിടെ വരെ അല്ലെങ്കിൽ ആ പോസ്റ്റിന്റെ അവിടെ വരെ ഇനി നമുക്ക് ഓടാൻ ബാക്കിയുണ്ട്. സമയത്ത് ഓക്കെ. ലടുക്ക റുക്കാനെ. എന്താണ്? ബോയ് എന്ത് ചെയ്തു? നിൽക്കാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കേട്ടാ ഹുവ ഭാഗ്താ ഗയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ്? ഓടിപ്പോയി. फिर खंबे से टकराकर चले गए. फिर खंबे से टकराकर चले गए. ഹുറേ मैं जीत गया. എന്താണ്? പെട്ടെന്ന് ഖമ്പയുടെ അവിടെ, പോസ്റ്റിന്റെ അവിടെ വരെ എത്തിയിട്ട് എന്നിട്ട് എന്താ പറയുന്നത്? അവിടെ എത്തിയിട്ട് എന്താ പറഞ്ഞത്? അവിടെ എത്തിയിട്ട് എന്താ പറഞ്ഞേ? ഹുറേ, ഞാൻ ജയിച്ചു. ഇനി എപ്പോ ഒന്നുമില്ല, ഞാൻ ജയിച്ചു. അവിടെ എന്താണ്? ഞാൻ ജയിച്ചിരിക്കുന്നത്. അവിടെ ടക്രാന മീൻസ് എന്താണ്? അവിടെ എത്തിയിട്ട് പറയാണ് ഞാന് ജയിച്ചിരിക്കുകയാണ്. ഹുറേ, ഞാൻ ജയിച്ചു. ചുപ് മേയെ പോഞ്ചൂങ്കി. എന്താണ്? ചുപ്, ഉണ്ടല്ല, ഞാനും എത്തും. മേഭിയെ പോഞ്ചൂങ്കി. ലഡ്കി ने बैठकर फिर उठते हुए स्केट्स की गति तेज कर दी. എന്താണ്? എണീറ്റ് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് ഗിന്നി അവിടെ ഇരിക്കുകയായിരുന്നു അല്ലെ. അതിനുശേഷം എന്ത് ചെയ്തു? ലടുക്കി പെട്ടെന്ന് എണീറ്റിട്ട്, ഉട്ന മീൻസ് എണീക്കുക, ഇരുന്നിട്ട് പിന്നെ എണീറ്റിട്ട് പറഞ്ഞു. എന്താണ്? പിന്നെ സ്കേറ്റ്സ് വെച്ചിട്ട് പറഞ്ഞു എന്താ?
ഞാനും ജയിക്കും, ഞാനും പോകും അങ്ങോട്ടേക്ക്. अरे छोड़ो गिन्नी, अभी तो तुम 20-25 കദം ദൂർ പോ. എന്താണ്? അയ്യോ നീ വിട്ടേക്ക്, നീ അവിടെ തന്നെ വിട്ടേക്ക്. നീ എന്താണ് നമ്മൾ പറയല്ലേ, നീ ഡയലോഗ് അടിക്കാൻ ഡയലോഗ് എന്താണ്, നീ പോടാ, നീ അവിടുന്ന് എത്താൻ പോകുന്നില്ല. അപ്പൊ എന്താണ് മനീഷ് ഗിന്നിയോട് എന്താ പറയുന്നത്? നീ അത് വിട്ടേക്ക്, നീ ഇന്ന് അവിടെ ഒന്നും എത്താൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഗിന്നി എന്താണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അത് റൈഡ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ തുടങ്ങി. മനീഷ് ने उसकी हंसी उठाई, മനീഷ് ने उसकी हंसी उठाई. എന്താണ്? മനീഷ് കളിയാക്കി. എന്താണ്? നീ അതൊന്നും എത്താൻ പോകുന്നില്ല. മനീഷ് ഹസി ഉഠാന മീൻസ് ടു കളിയാക്കുക. tease her, മനീഷ് tease her that what she will never win the race. okay, तो क्या हुआ? लड़की फिर झुकी और उठकर और भी तेज से दौड़ने लगी. എന്താണ്? പിന്നെയും അവൾ എന്താണ്, ഒന്ന് കുനിഞ്ഞിട്ട്, ടയേർഡാണ് അല്ലേ, ഒന്ന് കുനിഞ്ഞിട്ട് പിന്നെയും എണീറ്റിട്ട് ഫാസ്റ്റ് ആയിട്ട്, നേരത്തെ ഉണ്ടായിരുന്നേക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. दौड़ने लगी. सामने ही एक कूटे का ठेला खड़ा था. എന്താണ്? മുന്നിൽ എന്താ ഉണ്ടായിരുന്നേ? ഒരു എന്താ പറയാ, കൂട്ടേ കാ ठेला മീൻസ് ഒരു കമ്പ പോലത്തെ, ഒരു വടി പോലത്തെ ഒരു സാധനത്തില് എന്ത് ചെയ്തു? ഒരു വീലുള്ള മറ്റേ സാധനത്തില് തട്ടി. അവൾ തട്ടി എന്ത് ചെയ്തു? താഴെ വീണു. ലड़की उससे टकराई और ഖട്ടം സെ ഗിർ ഗയി. എന്താണ്? ഖട്ടം സെ ഗിർ ഗയി. എന്താ? അവള് അങ്ങോട്ടേക്ക് വന്ന് അതിൽ അടിച്ചതും പെട്ടെന്ന് എന്ത് പറ്റി? ടക്രാന മീൻസ് അതിലേക്ക് അടിച്ചു വീഴാണ്. അടിച്ച് ടക്രാക്ക ഗിർ ഗയി, അടിച്ചിട്ട് അവള് വീണു, गिरपड़ी. മനീഷ് വഹ് പൂരി താക്കത്ത് സെ ചില്ലായ. മനീഷ് എന്താണ്? അവള് വീണത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ അവളെ വിളിച്ചത്? മനീഷ് എന്ന് അവളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ട് അവള് വിളിക്കുകയുണ്ടായി. യെസ് അഗ്നീഷ്, യെസ് ടീച്ചർ എവിടെയാ ഇപ്പോ പഠിപ്പിക്കുന്നേ? തേർഡ് ചാപ്റ്റർ, തേർഡ് പാരാഗ്രാഫിന്റെ ലാസ്റ്റ്. ഇനി അടുത്ത ലാസ്റ്റ് സെന്റൻസ് വായിക്കാൻ പോകുന്നേ. पूरी ताकत से चिल्लाई. ओके, गिन्नी. അപ്പൊ തിരിച്ച് ഗിന്നി ലड़का भी भागता हुआ ठेले तक आया. എന്താണ്? അവൾ വീണ സ്ഥലത്തേക്ക് തിരിച്ച് ഭാഗ്ത, ആര്? മനീഷ് ഓടി അവളുടെ അടുത്തേക്ക് ഗിന്നി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ഉഠോ ക്യാ ഹുവാ? ഉസ്നെ ഗിന്നി കോ എന്താണ് ചോര മീൻസ് അവളെ ഇങ്ങനെ അവളിങ്ങനെ കയറി പിടിച്ചു. നമ്മളിങ്ങനെ വീഴാൻ പോകുമ്പോൾ നമ്മളവരെ ഇത് ചെയ്യില്ലേ, നമ്മളവളെ കയറി പിടിക്കില്ലേ? അതുപോലെയാണ്. എന്തോ അയ്യോ, അപ്പൊ ഓടി വന്നിട്ട് പറയണം, അയ്യോ എന്ത് പറ്റി ഗിന്നി? ഡു യു അണ്ടർസ്റ്റാൻഡ് ടിൽ ദിസ്? ഇത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? കൺഫ്യൂഷൻ? യു ഹാവ് എനി കൺഫ്യൂഷൻ? ഓക്കെ, ഞാൻ ഇത്രയും ഒന്നുകൂടെ പറയാം. എന്താണ്? റോട്ടിലൂടെ രണ്ട് കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഒരു ബോയ് ആൻഡ് ഗേൾ. രണ്ടുപേരും എന്താണ്? സ്കേർട്സ് ധരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കാഫി മുന്നോട്ട്, ലഡ്ക കുറച്ചുകൂടെ ഗേളിനെക്കാട്ടിലും കുറച്ചുകൂടെ മുന്നോട്ട് ഓടി എത്തിയിരുന്നു. അവന്റെ ബാക്കിലായിരുന്നു ഗേൾ ഉണ്ടായിരുന്നു. ഗേള് ഭയങ്കര അണച്ചുകൊണ്ട് അവൾ ആരെ വിളിച്ചു? മനീഷ്, നീ നിൽക്ക്, എനിക്ക് ഓടാൻ വയ്യ, ഞാൻ മടുത്തിരിക്കുകയാണ് എന്ന് മനീഷിനോട് പറഞ്ഞു. മനീഷ് എന്നിട്ട് തിരിച്ചെന്ത് പറഞ്ഞു? ഓ, അല്ലെങ്കിലും നീ വേഗം തന്നെ മടുത്തു പോകുന്നവളാണല്ലോ, നീ വേഗം തന്നെ മടുത്തു പോകും. ഇനി നമുക്ക് എവിടെ വരെ എത്തണം? ആ പോസ്റ്റ് വരെ നമുക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ സ്കേറ്റ്സ് എടുത്തിട്ട് ഓടി അവളുടെ മുന്നിലൂടെ പോയി. ഓക്കെ, അമ്പയുടെ അവിടെ എത്തി. അവൾ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്? ഞാൻ ജയിച്ചു എന്ന്, ഉടനെ ഞാൻ ജയിച്ചു എന്ന് മനീഷ് ഗിന്നിയോട് പറഞ്ഞു. അതിനുശേഷം ഗിന്നി എന്താ പറഞ്ഞു? നീ മിണ്ടണ്ട, മിണ്ടരുത്. എന്താണ്? ഞാനും ജയിക്കും, നീ മാത്രമല്ല ഞാനും ജയിക്കും എന്ന് പറഞ്ഞ് ഇരുന്ന്
റെസ്റ്റ് എടുത്തിരുന്ന ജിന്നി എന്ത് ചെയ്തു? പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അങ്ങോട്ടേക്ക് ഓടി. അപ്പൊ പിന്നെ ആര് കളിയാക്കി? മനീഷ് കളിയാക്കിക്കൊണ്ടിരുന്നു. നീ ഇങ്ങോട്ട് എത്താൻ പോകുന്നില്ല എന്ന് ചിരിച്ചുകൊണ്ട് കളിയാക്കി. അപ്പൊ എന്ത് ചെയ്തു? ജിന്നി അവളുടെ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങിയപ്പോ മുന്നിലുണ്ടായിരുന്ന ഒരു വീൽ പോലത്തെ ഒരു സാധനത്തില് ചെന്ന് ടക്രാന മീൻസ് അവിടെ മുട്ടി അല്ലെങ്കിൽ തട്ടി വീണു. അതിനെ തട്ടിയിട്ട് അവിടെ വീഴുകയുണ്ടായി. അത്രയാണ് അവിടെ. അന്നേരം ആരെ വിളിച്ചു? എല്ലാ താക്കുന്നൊക്കെ എല്ലാ സ്ട്രെങ്തോടെ, നമുക്ക് വേദന എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സ്ട്രെങ്തും കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരെ വിളിക്കുക? നമ്മൾ വീണ് കഴിഞ്ഞാല് അമ്മയെന്ന് വിളിക്കും അല്ലേ? അപ്പൊ അവിടെ അന്നേരം ആരെ വിളിച്ചിരിക്കുന്നത്? ഇനി ആരെ വിളിച്ചു? ഇനി മനീഷ് എന്ന് വിളിച്ചു. മനീഷ് തിരിഞ്ഞു നോക്കിയപ്പോഴും അവിടെ ആര് കിടക്കുന്ന ആളുടെ ഗിന്നി താഴെ വീണ് കിടക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് ഗിന്നിയെ പിടിച്ചിട്ട് എന്താ പറഞ്ഞേ? ഗിന്നി എന്ന് വിളിക്കാനുണ്ടായി. അത്രയാണ് ഈ 3 പാരഗ്രാഫില് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിസൺ ദ ലാസ്റ്റ് പാരഗ്രാഫ് ഇൻ ദിസ് പേജ്. ओके, उफ मेरा पाँव मुझसे उठा नहीं जाता. उफ മനീഷ്, मुझे उठा नहीं जाता മനീഷ്. ഓക്കെ, ഉഫ് അയ്യോ എന്റെ കാല് എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല മനീഷ്. ഐ കുഡിന്റ് ഗെറ്റ് അപ്പ് മനീഷ്. ഗിന്നി റോത്തെ ഹുവേ ബോലി. എന്താണ്? കരഞ്ഞുകൊണ്ട് ഗിന്നി പറയാണ്. ഓക്കെ, മനീഷ് റുക്ക. എന്താണ്? മനീഷ് കുഞ്ഞിട്ട്. ഗിന്നി के पाँव से लाल लाल खून बह रहा था. उंगलियां छिल गई थी. അതാണ് അവളുടെ കാലിൽ നിന്ന് എന്ത് വരുന്നതാണ്? पैर से लाल लाल which color is लाल? What is लाल? लाल color is, which color is लाल? ചുവപ്പ്. Yes, red color. खून. What is खून? What is the meaning of खून? खून means blood. खून means blood. Okay, last paragraph in the second line. खून, last paragraph. गिन्नी के पाव से लाल लाल खून बहने लगा. എന്താണ്? ചോര ഒഴുകാൻ തുടങ്ങി. खून means blood. ചോര ഒഴുകാൻ തുടങ്ങി. ഉംഗ്ലിയാ छिल गई थी. എന്ന് വെച്ചാല് ഫിംഗേഴ്സിന്റെ അവിടെ छिल गया എന്ന് പറഞ്ഞാല് സ്കിന്ന് പോയി. അതെന്താണ്? തൊലി പൊട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ? തൊലി പൊട്ടി അല്ലെങ്കിൽ തൊലി പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ വീണ് കഴിയുമ്പോൾ? അപ്പൊ തൊലി പോയിരുന്നു എന്നാണ് പറയുന്നത്. ഘബ്രാ ഗയ. എന്താണ്? അവൻ പേടിച്ചുപോയി. ഘബ്രാന മീൻസ് പേടിച്ചുപോയി. ഘബ്രാ ഗയ. റോത്തെ ഹുവേ ഉസ്നെ പുകാര. കൊയ് ഹേ. കരഞ്ഞുകൊണ്ട് അവൻ വിളിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്താണ്? എന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും എന്റെ ഹെൽപ്പ് ചെയ്യാനുണ്ടോ? കൊയ് ഹേ. ആരെങ്കിലും ഉണ്ടോ? ലോക് ഓക്കെ, ലോക് ഇഖട്ടെ ഹോഗെ. എന്താണ്? ലോക് ഇഖട്ടെ മീൻസ് എല്ലാവരും കൂടെ, ആളുകൾ ഉണ്ടായിരുന്നവരെല്ലാവരും എന്താണ്? കൂടി. ഈ വീണ സ്ഥലത്തേക്ക് ഇവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹെൽപ്പ് ചോദിച്ചപ്പോഴേക്ക് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓടി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഏക് ആദ്മീനെ ഗിന്നി കോ ഉഠായ. അതിലുണ്ടായിരുന്ന ഒരാള്, ആദ്മി മീൻസ് എ പേഴ്സൺ, എ മാൻ. അതിലുണ്ടായിരുന്ന ഒരാള് ഗിന്നിയെ പിടിച്ച് എണീപ്പിച്ചു. ദൂസരെ ആദ്മീനെ മനീഷ് സേ കഹ. മറ്റൊരാള്, വേറൊരാളുണ്ടായിരുന്ന മനീഷിനോട് പറഞ്ഞു, തൂ ക്യൂ റോ രഹാ ഹെ. എന്താണ്? നീ എന്തിനാണ് കരയുന്നത്? തൂ ക്യൂ റോ രഹാ ഹെ. റോ രഹേ ഹോ. നീ എന്തിനാണ് കരയുന്നത്? ചലോ ഇസെ ഘർ തക് ചോടോ. എന്താ? വാ, നമുക്ക് ഇവളെ വീട് വരെ ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് വിടാം. ഓക്കെ, ക്ലിയർ till this for everybody? Okay, on the next page. चलिए मनीष. ओके चलिए. മനീഷ് സുഖത്തെ ഹുവേ ബോല. എന്താണ്? പേടിച്ചുകൊണ്ട് മനീഷ്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ചലത്തെ ഹെ. ഓക്കെ, വാ നമുക്ക് പോവാം. പഹലെ സ്കേറ്റ്സ് തോ ഉതാരോ. നമുക്ക് പോകാം, പക്ഷെ ആദ്യം നീ എന്ത് ചെയ്യാനാണ്? ആദ്യം നീ നിന്റെ കാലിൽ കിടക്കുന്ന ഈ സ്കേറ്റ്സ് അഴിച്ചു മാറ്റി, എന്നിട്ട് നമുക്ക് പോകാം. പഹലെ ആദ്മിനെ ഉസ്കെ സിർ പർ ഹാത്ത് ഫേർത്തെ ഹുവേ കഹ. എന്താണ്? ഇങ്ങനെ മനീഷിന്റെ തലയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പറഞ്ഞു,
എന്താ ആദ്യം നീ എന്ത് ചെയ് ചലോ വാ ആദ്യം നീ എന്താ ചെയ്യേണ്ടത് നമുക്ക് പോകാം ആദ്യം നീ എന്ത് ചെയ്യണം നിന്റെ കാലിലുള്ള ആ സ്കേർട്സ് അഴിച്ച് മാറ്റി ओके स्केट्स मनीष ने गुस्से से स्केट्स मनीष ने गुस्से से स्केट्स उतार दिया स्केट्स എന്താണ് മനീഷ് എന്താണ് സ്കേർട്സ് എന്താണ് ദേഷ്യം വന്നിട്ട് എന്താണ് കാലിൽ കിടന്ന ആ സ്കേർട്സ് എടുത്ത് വലിച്ച് ഊരി उतार दिया जैसे सारे दोष स्केट का ही हो എന്താണ് जैसे सारे दोष എല്ലാ കാര്യം എന്താ ഇങ്ങനെ ഗിന്നിക്ക് വരാൻ കാരണം ആരാണ് സ്കേറ്റ്സ് എന്ന മട്ടില് സ്കേറ്റ്സ് ആണ് സ്കേറ്റ്സ് വന്നതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് വീണത് എന്നുള്ള മട്ടില് ആ ദേഷ്യത്തോടെ മനീഷ് സ്കേറ്റ്സ് വലിച്ച് ഊരി फिर वे लोग गिन्नी के घर की आर और चल पड़े എന്താണ് ബാക്കി ഇത് ഊരി കഴിഞ്ഞിട്ട് എല്ലാവരും എന്താണ് ഗിന്നിക്ക് ഓർ ചൽ പടേ എന്ന് വെച്ചാൽ ഗിന്നിയുടെ വീട്ടിലേക്ക് ഇവരെല്ലാവരും കൂടെ നടന്നു അല്ലെങ്കിൽ നീങ്ങി പോയി വീട്ടിലെത്തി അങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ दरवाजे की घंटी बजी दरवाजे की घंटी बजीന്റെ റാൻഡി എന്താണ് ബെല്ലടിച്ചു അവര് ബെല്ലടിച്ചു അല്ലെ घंटी means ring ran के ring എന്താണ് calling bell അടിച്ചു ओके माँ ने दरवाजा खोला पूछा अरे क्या हुआ माँ ने दरवाजा खोला എന്താ അമ്മ വന്ന് ദർവാസ ഡോർ തുറന്നു അമ്മ ഡോർ തുറന്നിട്ട് പറഞ്ഞിട്ട് പൂച്ച ചോദിച്ചു അയ്യോ ഇതെന്ത് പറ്റി शायद हड्डी टूट गई है എന്താണ് शायद हड्डी टूट गई ചിലപ്പോ എന്ത് പറ്റി ചിലപ്പോ എന്താണ് കാലിന്റെ ഹഡ്ഡി മീൻസ് what is ഹഡ്ഡി ബോൺസ് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടാവാം ചിലപ്പോ टेले से टकराकर ये बच्ची गिर गई थी എന്താണ് ടേല അവിടെ ഉണ്ടായിരുന്ന ആ ടേലയില് ടക്കറാക്കർ അവിടെ മുട്ടി അല്ലെങ്കിൽ തട്ടിയിട്ട് ഈ കുട്ടി വീണു പോയിരുന്നു पैर सूज गया എന്ന് വെച്ചാൽ നീര് വെച്ചു എന്നാണ് സൂചന മീൻസ് നീര് വെക്കുക ഓക്കെ पैर सूज गया കാല് നീര് വെച്ചു ഈ കുട്ടി എന്ത് ചെയ്തു ഈ കുട്ടിയുടെ കാല് ഒടിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ എല്ല് ഒടിഞ്ഞു എന്നാണ് തോന്നുന്നത് ഈ കുട്ടി എന്താണ് ആ ഒരു സാധനത്തിൽ തട്ടി ആ ഒരു കുട്ടിയെ തട്ടി എന്ത് ചെയ്തു വീണുപോയി തേലേക്ക് ടക്കറാക്കർ എന്ത് ചെയ്തു വീണുപോയി അതുകൊണ്ട് തന്നെ എന്താണ് पैर सूज गया കാലിൽ എന്ത് വന്നു എന്നാ പറയുന്നത് नीर വെച്ചിട്ടുണ്ട് ആദ്മിനെ ഗിന്നി കോ ബിസ്തർ पर लिटाते हुए कहा എന്താണ് ലിട്ടാന മീൻസ് കിടത്തി ആ ആദ്മി ബിസ്തർ पर ബെഡില് കിടത്തിക്കൊണ്ട് ആ ആദ്മി പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു മനീഷ് ഭാസ്കർ ഡോക്ടർ അങ്കിൾ കോ ബുലായ എന്താണ് മനീഷ് ഓടി പോയിട്ട് ഡോക്ടർ അങ്കിളിനെ വിളിച്ചുകൊണ്ട് വന്നു ബുലായ डॉक्टर साहब ने पैर टटोला लगता है हड्डी टूट गया है എന്നാണ് അങ്ങനെ ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും അല്ലെ കാലിങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു എന്താണ് ഇത് എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് हड्डी टूट गया इसे अस्पताल ले जाना पड़ेगा എന്താണ് ഇവളെ ഇവിടെ ശരിയാവില്ല കാലൊടിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇവളെ എവിടെ കൊണ്ടുപോകണം ഹോസ്പിറ്റൽ അസ്പതാൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും ഇത്ര गिन्नी के घावों को साफ करके दवा तो लगा दो എന്താണ് ആദ്യം എന്താണ് അവളുടെ കയ്യില് ഗിന്നിക്ക് ഘാവോ മീൻസ് ഗുണ്ട് റിസസ് അതെന്താണ് അവിടെ വന്നിരിക്കുന്ന ആ ഒരു മുറിവ് ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടെ എന്താണ് മെഡിസിൻ വെച്ച് നോക്കട്ടെ लगा दो तब तक ड्रेसिंग मंगवाई എന്താണ് അപ്പോഴത്തേക്കും ഡ്രസ്സിംഗ് എല്ലാം ചെയ്ത് പെട്ടി റെഡിയാക്കി വെച്ചു अस्पताल में गिन्नी की पूरे पैर प्लास्टर चढ़ा दिया था അവരുടെ കാലിൽ എന്താണ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ എന്ത് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവളുടെ കാലിൽ എന്ത് ചെയ്തിരുന്നു പ്ലാസ്റ്റർ ഓൾറെഡി ഇട്ടിരുന്നു അവിടെ എത്തിയപ്പോഴേക്ക് അവളുടെ കാലില് പ്ലാസ്റ്റർ ഇട്ടിരുന്നു അതാണ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഇട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള് പ്ലാസ്റ്റർ ഇട്ട് കണ്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇട്ടിട്ട് ആണോ അഗ്നി ഇട്ടിട്ട് ആ
അബ്ദുൾ നെറ്റിട്ടുണ്ട് പ്ലാസ്റ്റർ വലിയ സാധനം അല്ലേ? വലിയ പ്ലാസ്റ്റർ എന്താണ് നമ്മൾ കാലൊടിഞ്ഞാലും കൈ ഒടിഞ്ഞാലും ഇങ്ങനെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ച് നടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതാണ് പ്ലാസ്റ്റർ ഇടുക എന്ന് പറയുന്നത്. ഗിനി പ്ലാസ്റ്റർ. डेढ़ महीने के लिए आराम करने को कहकर 1.5 महीने के लिए എനിക്ക് ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. ओके अस्पताल में गिनी के पूरे पैर पर प्लास्टर चढ़ा दिया गया. ओके 1.5 महीने के लिए आराम करने को कहकर डॉक्टर ने उसे घर भेजा. എന്താണ് 1.5 മാസം 1.5 മहीന 1.5 മാസത്തേന് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ ആരെ ഗിന്നിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അത്രയേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. Do you understand what is the subject or what is the story? Everybody understand? Everybody? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ആൻഡ്രോസ് മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? It is okay. What? You did not understand the story. Okay, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അർത്ഥം ഏതിന്റെയാ വേണ്ടേ? ഇപ്പൊ പഠിപ്പിക്കുന്നതിന്റെ. അതെ, വാക്കുകൾ. ഏത് വാക്കുകളുടെ അർത്ഥങ്ങളാ വേണ്ടേ? ടക്രാന എന്ന് പറഞ്ഞാൽ മുട്ടുക, പോയി മുട്ടുക ഒക്കെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വേർഡ്സ് ഞാൻ കമ്പൈൽ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് സൈഡിൽ നിങ്ങളുടെ ക്വസ്റ്റിന്റെ ബാക്കിൽ കുറെ വേർഡ്സിലെ മീനിങ്സ് അത് നോക്കിയിട്ട് വായിക്കാൻ നോക്കുക. വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എങ്ങനെയാന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിക്കുക. പേഴ്സണലായിട്ട് വിളിച്ചിട്ടോ ഗ്രൂപ്പിലിട്ടാൽ കാണാൻ ചാൻസ് കുറവായിരിക്കും. പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ Okay, clear? Okay. Okay, then. Okay. അപ്പോൾ നമ്മൾ എന്താണ് ഗിന്നി എവിടെയാണ് വീണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വരെ എത്തി അല്ലേ? വീണെത്തി ഓടി വന്നാര മനീഷ് അങ്ങോട്ടേക്ക് ഓടി വരെയുണ്ടായി. അതിനുശേഷം എന്താ മനീഷ് എന്താണ് പെട്ടെന്ന് പേടിച്ചു പോയി അല്ലേ? പേടിച്ചു പോയി. അവൻ കുഞ്ഞുകൊണ്ട് നിന്നിട്ട് പേടിച്ചു പോയി. അവൾക്ക് എന്താണ് ഒരു ഷോൾഡർ കൊടുക്കുന്ന പോലെ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് അവന് പറ്റാഞ്ഞിട്ട് വേറൊരാളെ ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? പോയി ഹേ മീൻസ് ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും അവിടെ ഉണ്ടോ? അപ്പൊ രാത്രി അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ ഓടിക്കൂടിയിട്ട് അതിലൊരാൾ പറഞ്ഞു, നീ കരയേണ്ട. അതാണ് ഗിന്നീനെ വലിച്ചു പൊക്കി എണീപ്പിച്ചിട്ട് പറഞ്ഞു, മനീഷിനോട് പറഞ്ഞു, നീ കരയേണ്ട, നീ എന്തിനാ കരയേണ്ടത്, നീ കരയേണ്ട കാര്യം ഒന്നുമില്ല. ഇവളെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഇവളുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കുകയാണ് വേണ്ടത്. വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ ആദ്യം നീ എന്ത് ചെയ്യണം? നീ ആദ്യം ചെയ്യേണ്ടത്, അപ്പൊ അതിലൊരാൾ ആദ്യം ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, അവന്റെ മനീഷിന്റെ തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്, നീ പേടിക്കേണ്ട, നീ ആദ്യം ചെയ്യേണ്ട എന്താണ്, നിന്റെ കാലിൽ കിടക്കുന്ന ഈ സ്കേറ്റ്സ് ഊരു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ബാക്കി? അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? ഊരെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ബാക്കി അതിനുശേഷം എന്താ മനീഷ് എന്താ ചെയ്തേ? അതിനുശേഷം മനീഷ് സ്കേറ്റ്സ് എന്തോ ചെയ്ത പോലെ സ്കേറ്റ്സ് ആണ് ഗിന്നിയെ വലിച്ചു താഴെ ഇട്ട രീതിയിൽ അല്ലെങ്കിൽ ആ മട്ടിൽ എന്താണ് മനീഷ് സ്കേറ്റ്സ് വലിച്ച് ഊരുകയാണ് ഉണ്ടായത് ആ ദേഷ്യത്തിൽ. അപ്പൊ പറഞ്ഞു, നീ എന്തിനാ ദേഷ്യപ്പെട്ട, നീ ടെൻഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ഗിന്നിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ഗിന്നീനെ വീട്ടിൽ കൊണ്ട് അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന തുറന്നതാരാ? ബെല്ലടിച്ച് തുറന്നപ്പോൾ ആരാ വന്നത്? അമ്മ വന്നു. അമ്മ വന്നിട്ട് ഒളിപ്പിട്ട്, അയ്യോ ഇതെന്ത് പറ്റി? അപ്പൊ അതിലുണ്ടായിരുന്ന ആ രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ റോഡില്
വീണു പോയതാണ് അല്ലെങ്കിൽ വീണതാണ് ഈ കുട്ടി. അപ്പൊ കുട്ടി വീണു പോയി എന്ന് പറഞ്ഞ് മറ്റൊരാളുണ്ടായിരുന്ന ആ കുട്ടീനെ ഗിന്നിയെ എന്ത് ചെയ്തു? ബെഡ്റൂമിൽ കൊണ്ടുപോയി ബെഡില് കിടത്തി. അപ്പോഴും പെട്ടെന്ന് മനീഷ് ഡോക്ടർ അങ്കിളിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. ഡോക്ടർ അങ്കിൾ എന്താ പറഞ്ഞത്? ചിലപ്പോ കാൽ ഒടിഞ്ഞിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ എന്താണ് ഈ കുട്ടീനെ ഗിന്നിയെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. കൊണ്ടുപോയി അവിടെ പ്ലാസ്റ്റർ ഇടിപ്പിച്ചു അല്ലെ. അവിടെ ചെന്ന് പ്ലാസ്റ്റർ ഇടിപ്പിച്ചിട്ട് 1.5 മാസത്തേക്ക് റെസ്റ്റ് എടുക്കണം. അതായത് അനങ്ങരുത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? 1.5 മാസത്തേന് തിരിച്ചു വീട്ടിലേക്ക് 1.5 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അയച്ചു. അത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, ടൈം ഈസ് നോട്ട് ഇനഫ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്ലീസ് ആസ്ക് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ മനസ്സിലാവുന്നില്ല, ഏത് വാക്കുകളാണ് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക. എന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ടാവും. ഓക്കെ, ഗ്രൂപ്പിലുണ്ടാവും, അത് അങ്ങനെ വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാൾ വായിച്ചാലോ? ആരാ വായിക്കുന്നത്? ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാല് നിങ്ങൾ ഈ ഇന്ന് എടുത്തരം വരെ ഉള്ളത് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരാം. എങ്ങനെ അയച്ചു തരിക? വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തരിക. വായിക്കുന്ന റെക്കോർഡ് ചെയ്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. ഇസ് ഇറ്റ് ഓക്കെ എവ്രിബഡി? ഓക്കെ, ഇനി അങ്ങനെ അയക്കാത്തവർക്ക് ഞാൻ വേറെ ഒരു ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ അയക്കുന്നില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ എല്ലാവരുടെയും പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് വെച്ച് പബ്ലിഷ് ചെയ്യും. ഇന്ന ക്ലാസ്സിൽ ഇന്ന ആള് അയക്കുന്നില്ല. ഓക്കെ, സോ യു ഹാവ് ടു റീഡ് വെൽ ആൻഡ് സെൻഡ് മീ ദ വോയിസ് ക്ലിപ്പ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, നന്നായിട്ട് വായിക്കുക. Okay, fine. You want to ask anything? എന്തെങ്കിലും ചോദിക്കണോ? Okay. No one want to ask? Okay then. Yes. നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ടോ? ഇന്ന് നിങ്ങളുടെ ഹോംവർക്ക് ആണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ വോയിസ് ക്ലിപ്പ് എടുത്ത് നിങ്ങൾ ഇത് വായിക്കുക, നന്നായിട്ട് വായിക്കുക. അതിനുശേഷം വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് അതായത് വായിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക വാട്സപ്പിൽ. ഓക്കെ, പേഴ്സണൽ ആയിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ കുഴപ്പമില്ല. വോയിസ് അയക്കുമ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാലും വലിയ കുഴപ്പമില്ല. നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഇന്നെടുത്തതും വരെ ഫസ്റ്റ് തൊട്ട് ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത വരെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത എവിടെയാണ്? ഘർ ബേസ് ദിയ, ഇവിടെ വരെ. അടുത്ത 14th പേജില് പേജ് 14 1 2 3 നാലാമത്തെ പാരഗ്രാഫ് വരെ. 14th പേജില് 4ാമത്തെ പാരഗ്രാഫ് വരെ. ഓക്കെ, 4ാമത്തെ പാരഗ്രാഫ് ഭേജ് ദിയ എന്ന് പറഞ്ഞിട്ട്. എന്തോ എന്താടാ? കേൾക്കുന്നില്ല, ക്ലിയർ ആയില്ല. കഹ അല്ല, കഹ വരെ നമ്മൾ എടുത്തില്ല, ദിയ വരെ. അതിന്റെ മേളത്തെ പാരഗ്രാഫ് കണ്ടോ? അവിടെ വരെ വായിച്ചിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. Okay? Okay, this is your homework for today. Okay? Okay then. Any questions? Okay. Shall we wind up the class? Shall we wind up the class? Yes. Okay then. See you in the next class. Bye. Nihal, do you want to ask something? You want to ask something? Okay. Okay then, bye. Okay, see you.